കഴിഞ്ഞ 10 വർഷക്കാലം പവക്കെട്ടില്ലാത്ത 10 വർഷമാണ്. ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷമാണ്. നിയമന നിരോധനമില്ലാത്ത 10 വർഷമാണ്. 33,621 പേർക്ക് നിയമനം കൊടുത്ത 10 വർഷമാണ്. പൊതുമേഖല അടച്ചുപൂട്ടാത്ത 10 വർഷമാണ്. ട്രഷറി പൂട്ടാത്ത 10 വർഷമാണ്. 65 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്ന 10 വർഷമാണ്. റേഷൻ മുടങ്ങാത്ത 10 വർഷമാണ്. സർക്കാർ സ്കൂൾ പൂട്ടാത്ത 10 വർഷമാണ്. പാഠപുസ്തകം മുടങ്ങാത്ത 10 വർഷമാണ്. 901 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ച 10 വർഷമാണ്. 7,700 കിലോമീറ്റർ റോഡുകൾ BMBC ആക്കിയ 10 വർഷമാണ്. 150 പാലങ്ങൾ നിർമ്മിച്ച 10 വർഷമാണ്. 87 വൻകിട കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ 10 വർഷമാണ്. 40 ലക്ഷം കുടുംബങ്ങൾക്ക് വീടുകളിൽ കുടിവെള്ളം എത്തിച്ച 10 വർഷമാണ്. UDF ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. NH 66 വികസനം യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ 10 വർഷമാണ്. 5 ലക്ഷം പേർക്ക് ലൈഫിലൂടെ വീട് കൊടുത്ത 10 വർഷമാണ്. 4.25 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയ 10 വർഷമാണ്. 6,000 പേർക്ക് പുനർഗ്രഹം പദ്ധതിയിലൂടെ വീട് കൊടുത്ത 10 വർഷമാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഫ്ളാറ്റുകൾ യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. നിക്ഷേപ സൗഹൃദമായി കേരളം വളർന്ന 10 വർഷമാണ്. 3.53 ലക്ഷം വ്യവസായ സംരംഭം ആരംഭിച്ച 10 വർഷമാണ്. UDF എതിർത്തിട്ടും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. KFON യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. കേന്ദ്ര വിഹിതം തരാതിരുന്നിട്ടും നൂറുകണക്കിന് പുലിമുട്ടുകൾ നിർമ്മിച്ച 10 വർഷമാണ്. 200 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ച 10 വർഷമാണ്. 640 കോടിയിൽ നിന്ന് 670 കോടിയായി സൗജന്യ ചികിത്സയ്ക്കായി പണം കൊടുത്ത 10 വർഷമാണ്. എല്ലാ ജില്ലയിലും കാത്ത് ലാബ് ആരംഭിച്ച 10 വർഷമാണ്. ബ്രഹ്മപുരം ഉൾപ്പെടെ മാലിന്യ സംസ്കരണത്തിന്റെ മാതൃക തീർത്ത 10 വർഷമാണ്. നെല്ലിന്റെ ഉത്പാദനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിച്ച 10 വർഷമാണ്. പച്ചക്കറിയും പാലിന്റെ ഉത്പാദനം കൂട്ടിയ 10 വർഷമാണ്. റോബോട്ടിക് സർജറി ആരംഭിച്ച 10 വർഷമാണ്. റേഷൻ കടകൾ സ്മാർട്ടാക്കിയ 10 വർഷമാണ്. SC/ST നഗരങ്ങൾ നൂറുകണക്കിന് നവീകരിച്ച 10 വർഷമാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച 10 വർഷമാണ്. യൂണിവേഴ്സിറ്റികളുടെയും കോളേജിന്റെയും നിലവാരം ഉയർത്തിയ 10 വർഷമാണ്. 137 മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഫീസ് കൊടുത്ത് ഡോക്ടർമാരാക്കിയ 10 വർഷമാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് നൽകി വിദേശത്ത് വിദ്യാഭ്യാസം അയച്ച 10 വർഷമാണ്. 100 പഞ്ചായത്ത് കളിക്കളങ്ങൾ യാഥാർത്ഥ്യമാക്കിയ 10 വർഷമാണ്. എല്ലാ ജില്ലകളിലും സ്റ്റേഡിയം നിർമ്മിച്ച 10 വർഷമാണ്. ഇങ്ങനെ സാർ നേട്ടങ്ങൾ പറഞ്ഞാൽ രാത്രി വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഈ പൊതുവായ നേട്ടങ്ങൾക്ക് പുറമെ നമ്മൾ ഓരോ ആളുകളുടെയും മണ്ഡലങ്ങളിലേക്ക് നോക്ക് ആയിരക്കണക്കായ കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നു. സാർ എന്റെ മണ്ഡലത്തിൽ 1,809 കോടി രൂപയുടെ പദ്ധതികൾ വികസന പദ്ധതി നടപ്പാക്കി. ഈ 5 വർഷക്കാലം നോക്കിയാൽ കണക്ക് നോക്കിയാൽ 263 കോടി റോഡ് നിർമ്മാണം, 270 കോടിയുടെ പാലങ്ങളുടെ നിർമ്മാണം, 5 പുതിയ കുടിവെള്ള ടാങ്കുകൾ, 360 കോടി ആരോഗ്യ മേഖലാ പദ്ധതികൾ, 49 പുലിമുട്ടുകൾ. ഇങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ തന്നെ നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കായ കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ നാടിന്റെ യാഥാർത്ഥ്യമാണ്. സാർ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മണ്ഡലങ്ങളിലേക്കും ഈ നേട്ടങ്ങൾ എത്തിച്ച ഗവൺമെന്റാണ് 10 വർഷക്കാലം ഭരിച്ച ഈ ഗവൺമെന്റ് എന്ന് കാണാൻ